വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു 104 ഇന്ത്യക്കാരെ ഇങ്ങോട്ടേക്ക് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിത്തെ മാധ്യമങ്ങൾ മുഴുവൻ ഞാൻ കണ്ടു. 8 മണിക്കുള്ള ചർച്ച മുഴുവനും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെറി പറഞ്ഞുകൊണ്ടുള്ള, ഇന്ദിരാഗാന്ധിയെ പുകഴ്ത്തുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമായിരുന്നു. ഇന്ദിരാഗാന്ധി അമേരിക്കയെ വിറപ്പിച്ചത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. കാരണം റഷ്യയുടെ പടക്കപ്പൽ കണ്ടിട്ടാണ് അന്ന് അമേരിക്ക വരാതിരുന്നത്, അല്ലാതെ ഇന്ദിരാഗാന്ധി പറഞ്ഞത് കൊണ്ട് ഒന്നുമല്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ ഫാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു കഥ പറയാം. തുടക്കത്തിൽ ഞാൻ ഈ പ്രേക്ഷകർക്ക് മനസ്സിലാകാനായിട്ട് ഒരു ചെറിയ കഥ പറയാം. അതായത് ഈ ഡൊണാൾഡ് ട്രംപ് അവിടെ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഇങ്ങോട്ടേക്ക് വിട്ടു. ഇങ്ങോട്ടേക്ക് വിട്ടപ്പോൾ കയ്യാമം വച്ചു വിട്ടു, അല്ലെങ്കിൽ അവർക്ക് സൈനിക വിമാനം കൊടുത്തു. നരേന്ദ്രമോദി ഒരു വാക്ക് പോലും അതിനെതിരെ പറഞ്ഞില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് എന്റെ വീട്ടിൽ ഒരാൾ അതിക്രമിച്ച് കയറുകയാണ്. ഈ അതിക്രമിച്ച് കയറിയ ആളെ ഒഴിപ്പിക്കാനായി ഞാൻ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസുകാരൻ എന്റെ വീട്ടിൽ വന്ന് ഇയാളെ പിടിച്ചു. ഇയാളെ പിടിച്ച ശേഷം പോലീസ് എന്നോട് പറയുകയാണ്, യവന് 2 പൊട്ടിച്ച് യവനെ ജയിലിൽ ഇന്ന വകുപ്പ് പ്രകാരം ഇടാനുള്ള വകുപ്പുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, വേണ്ട, ഒരു ചെറുപ്പക്കാരനല്ലേ, പാവം ചെക്കനല്ലേ, അവനെ വിട്ടേക്ക്. ഇനി ഒരു കാര്യം ചെയ്യ്, അവൻ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ തന്നെ വണ്ടിക്കൂലി ഓട്ടോ കാശ് കൊടുത്ത് അവനെ പറഞ്ഞയച്ചേക്കാം. കേസൊന്നും എടുക്കണ്ട, എന്തായാലും അവൻ ഒഴിഞ്ഞല്ലോ, അത് തന്നെ നല്ലത് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനെ ഒരു ഓട്ടോയിൽ കയറ്റി അവന്റെ നാട്ടിലേക്ക് അയച്ചു. ഈ നാട്ടിലേക്ക് അയച്ചപ്പോൾ ഉള്ള പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഈ നാട്ടിലേക്ക് അവൻ ഓട്ടോയിൽ ചെന്നിറങ്ങുന്നത് കണ്ട അവിടെയുള്ള ചില നാട്ടുകാരി തെണ്ടികൾ പറയുകയാണ്, ഞാൻ അവനെ എൻ്റെ ടൊയോട്ട ഫോർച്യൂണറിൽ കയറ്റി വിട്ടില്ല, ഞാൻ അവനെ ഓട്ടോയിൽ കയറ്റി വിട്ടു, അവനെ അപമാനിച്ചു എന്ന് പറയുക. അല്ല, ഇതെന്ത് കൂത്താണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. അതായത് അവന്റെ നാട്ടിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. ആ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഈ നാട്ടുകാരി തെണ്ടികൾ തെറി വിളിക്കുകയാണ്. ഇവനെ പിടിച്ച വിഷയം അറിഞ്ഞിട്ട് അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചു പറഞ്ഞു, അവൻ നമ്മുടെ നാട്ടിലെ ചെക്കനാണ്, അവനെ ഇങ്ങോട്ട് വിട്ടേരെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അവനെ വിട്ടത്. കാരണം ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. അതുകൊണ്ടുകൂടെയാണ് ഞാൻ അവനെ വിട്ടത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറി പറയുന്ന നാട്ടുകാർ പറയുന്നത്, ഇതിനു മുമ്പ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു, ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഈ അനധികൃതമായി എന്റെ വീട്ടിൽ കയറി വന്നില്ലേ, അവന് ഞാൻ എന്റെ വീടും പുരയിടവും എഴുതി കൊടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഡീല് ചെയ്തേനെ എന്ന് പറയുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ഭയന്നുപോയി. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലുള്ള, അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തന്നതാണ് എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നടക്കുന്നതെന്നോ. അനധികൃതമായി അമേരിക്കയിലേക്ക് അവർ പോകുന്നു, അവിടെ പോയി ആ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നു, ട്രംപ് പിടിച്ചു, ട്രംപ് ഇങ്ങോട്ടേക്ക് വിട്ടു. ദേ ആർ ക്രിമിനൽസ്. എന്റെ അഭിപ്രായത്തിൽ ഇവരെയൊക്കെ പിടിച്ച് അവിടെ ജയിലിടണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു രാജ്യത്ത് അനധികൃതമായി നുഴഞ്ഞു കയറുക എന്ന് പറയുന്ന ആ രാജ്യത്തിനെ ക്രൈം മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ അപമാനിക്കുക കൂടെയാണ്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ അറിയോ ചോദിച്ചിട്ട്, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം, ഇവര് ഈ മനുഷ്യക്കടത്തുകാർക്ക് വൻതോതിൽ പണം നൽകിയിട്ടുണ്ട്, ഈ അനധികൃത കുടിയേറ്റക്കാര്. അങ്ങനെ വൻതോതിൽ മനുഷ്യക്കടത്തുകാർക്ക് ഇവർ പണം നൽകി ബ്രസീൽ, കൊളംബിയ, പനാമ വഴി അനധികൃത ജലയാത്ര നടത്തി മെക്സിക്കൻ ഉൾക്കാടുകളിൽ എത്തുകയും അവിടെ നിന്ന് 50-70 കിലോമീറ്റർ കാട്ടിലൂടെ നടന്നാണ് അമേരിക്കൻ ബോർഡറിലെത്തി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയും. വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് അമേരിക്ക യുവമാരെ ഒന്നും അവിടെ ജയിലിൽ പിടിച്ചിടാതെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറയും, കാരണം അമേരിക്ക ഇങ്ങോട്ടേക്ക് വിട്ടു, നമ്മുടെ രാജ്യം ഇവരെ തുറുങ്കിൽ അടച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് അമേരിക്കയിലേക്കും കാനഡയിലേക്കും UK ഒക്കെ പോകുന്ന ആൾക്കാർ വിചാരിക്കും, നുഴഞ്ഞു കയറിയാൽ എന്താ പ്രശ്നം, എന്നെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ അവരുടെ ചെലവിൽ നാട് കടത്തി എന്റെ നാട്ടിലേക്ക് അയക്കും, ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും സുഖമായി. കാരണം ഒരു പാഠമാവണം ഇത് എല്ലാവർക്കും എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. എന്താണ് ഇതിന്റെ ബാക്കിയുള്ള വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ? ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ അടക്കമുള്ള മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു ചിന്ത, അവർക്ക് മാത്രമേ കാര്യങ്ങൾ അറിയൂ, അവര് പറയുന്നതാണ് സത്യം, അവര് പറയുന്നത് ജനം വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് ഈ 3G വന്നതോടുകൂടിയാണ് അത് അവസാനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ 3G എന്ന് പറയുന്നത് യഥാർത്ഥ അർത്ഥത്തിൽ തന്നെയാണ്. 3G വന്നതോടുകൂടി നമ്മുടെ സോഷ്യൽ മീഡിയ 3G ആയി. അതായത് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇന്ത്യയിൽ ഒരു വലിയ ഇന്റർനെറ്റ് വിപ്ലവം വരികയും ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ഈ വാർത്തകൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളെ കൂടുതൽ വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിൽ എത്തിക്കുന്ന ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയകളുണ്ട്, ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. സത്യസന്ധം മാത്രമല്ല, കൃത്യമായ വിവരങ്ങൾ കൊടുക്കുന്നത്. പലപ്പോഴും ന്യൂസ് ഇന്ത്യ മലയാളം കൊടുക്കുന്ന വാർത്തകൾ 2-3 ദിവസം കഴിഞ്ഞ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ കൊടുത്ത എത്രയോ വാർത്തകളുണ്ട്. അപ്പോ ഇവർക്കത് കിട്ടാഞ്ഞിട്ടല്ല, ഇവർ കൊടുക്കാഞ്ഞിട്ടാണ്. അപ്പൊ ഇവർക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയാം. എന്നിട്ട് ആ കള്ളത്തരം പറഞ്ഞു ഫലിപ്പിക്കുകയാണ്. ഇവിടെ
ഈ ഈ മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വാർത്തകൾ ഈ മാധ്യമ സിൻഡിക്കേറ്റുകൾ കൂടിയിരുന്ന് പടച്ചുവിടും, എല്ലാവരും അതിന്റെ കോപ്പി പേസ്റ്റ് കൊടുക്കും. അങ്ങനെ ഉം, ഇന്നിപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത, ഈ ഉം, അവിടെ നിന്ന് അമേരിക്ക പുറത്താക്കിയ ഈ 104 പേരിൽ ചിലരെ പോയി കണ്ട ചില മാധ്യമങ്ങൾ ഇന്റർവ്യൂ നടത്തി. അവര് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഞെട്ടുന്നത്. അതായത് ഉം. ഈ ഇവിടെ ഈ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച ബഹുഭൂരിപക്ഷം പേരും, ഈ 104 ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും 2 മാസമായിട്ട് അമേരിക്ക ജയിലിലായിരുന്നു. അവർ 2 മാസം ആ. മുമ്പാണ് മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചത്. അവർ അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ചപ്പോൾ അമേരിക്കൻ പോലീസ് പിടികൂടുകയായിരുന്നു ഇവരെ ഉം, 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 അമേരിക്കയുടെ ഉം, ജയിലിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഉം, നാടുകടത്തുന്നതിന് മുമ്പ് ഈ പിടികൂടിയപ്പെട്ടവരോട് പറയും അവർക്ക് വേണമെങ്കിൽ അവരുടെ സ്വന്തം ചെലവിൽ വിമാനം കയറി വന്നിടത്തേക്ക് തിരിച്ചു പോകാം. ഇവരതിന് ശ്രമിച്ചില്ല. ഒരുപക്ഷെ ഇവരുടെ കയ്യിൽ പണമില്ലായിരിക്കാം, ഇവരത് ശ്രമിച്ചില്ല. ഉം, അപ്പൊ സ്വാഭാവികമായി ആ രാജ്യം ചെയ്യുന്നത് അവരുടെ സൈനിക വിമാനത്തിൽ നാട് കടത്തുകയാണ്. അതാണ് ഇവിടെ നടന്നത്. അത് ഉം, എല്ലാ കാലവും നടക്കുന്നതാണ്, ഉം, 2009 മുതൽ നടക്കുന്നതാണ്, പുതിയ കാര്യമൊന്നുമില്ല. ഇനി ഇവിടെ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ, ഇതിനകത്ത് പോയവർ മുടക്കിയ തുക ധനുഷ് കേൾക്കണം. ഉം, ഉം, 45 ലക്ഷം രൂപ മുതൽ 1 ഉം. കോടി രൂപ വരെ മുടക്കിയാണ് ഇയാവേലിക്ക് ഇവർ പോയെന്ന് പറയുമ്പോൾ സത്യത്തിൽ അതെ, അതെ. ഇവരെയൊക്കെ അടിച്ച് നാശമാക്കേണ്ടതാണ്. കാരണം ഈ 1 കോടി അത് രൂപ നമ്മൾ ശരിയാണ്. ദേശസാൽകൃത ബാങ്കിൽ ഇട്ടാൽ മാസം 60,000 രൂപ പലിശ കിട്ടും. ഈ 1 കോടി രൂപ എടുത്ത് ബാങ്കിൽ ഇട്ട് 60,000 രൂപ പലിശ മേടിച്ച് കഴിയണ്ടേ? ഈ 1 കോടി രൂപയും കൊടുത്ത് മരുഭൂമിയും താണ്ടി തണുത്ത കാലാവസ്ഥയിൽ കിലോമീറ്ററോളം നടന്ന് ഈ മെക്സിക്കോയിൽ വെച്ച് ഇതിനകത്ത് പലരെയും അവിടുത്തെ ഏജൻസികൾ തല്ലിയെന്നാ പറയുന്നത്. അവരുടെ തല്ലും കിട്ടി അവസാനം അമേരിക്കൻ ജയിലിലും കിടന്ന് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഈ 45 ലക്ഷം രൂപയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കും? ഇവിടെ അതല്ല പ്രശ്നം. ഇവിടെ അതിനകത്ത് ചിലരൊക്കെ കമന്റ് ചെയ്തെന്ന് കേട്ടു, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പോകുന്നതല്ലേ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് ഈ 1 കോടി രൂപ മുടക്കിയിട്ട് ഈ ഡോങ്കി വേ എന്നാണ് അതിന് പറയുന്നത്. അതായത് ആ, പിൻവാതിൽ കൂടെ ഇല്ലെങ്കിൽ ഈ അതെ, അതെ. ഉള്ള ഒരു വഴിയിൽ കൂടെയാണ് ഈ കടന്നു പോകുന്നത് ഇവര്. എത്ര അതെ, 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 രാജ്യങ്ങളാണ് അതെ. ഇവർ കടന്നു പോകുന്നത്? പെറു ഉൾപ്പെടെയുള്ള ഇതിപ്പോ രാജ്യങ്ങൾ നടന്നും മെഴഞ്ഞും ഒക്കെയാണ് അതെ. ഇവർ പോകുന്നത്. ഇതിപ്പോ പണ്ട് ഏതോ ജോത്സ്യന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ജോത്സ്യൻ എനിക്ക് ഭയങ്കര ദുരിതമാണ്, എന്ത് പറ്റി, കയ്യിൽ കാശില്ല, ദാരിദ്ര്യമാണ്, എന്ത് ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഒരു 10 ലക്ഷത്തിന്റെ ഒരു പൂജയുണ്ട്, അത് ചെയ്താൽ നിങ്ങളെല്ലാം ഓക്കെ ആവും എന്ന് പറയുന്നത്. എടാ, ഈ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവനെ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ പോലെ എന്നുള്ളൊരു ചോദ്യമാണ്. അതുപോലെയാണ് ഈ 1 അതെ. കോടിയൊക്കെ മുടക്കി പോകുന്നതിന്റെ ഛേദോ വികാരം എന്താണെന്ന് ഇത് കള്ളമാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതിനകത്തൊരു പഞ്ചാബിൽ നിന്ന് പോയ ഒരു യുവാവിന്റെ ബൈറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഉം, ഉം, പറയുന്നത്, ഉം, ഇയാള് 45 ലക്ഷം രൂപ ആദ്യം കൊടുത്തിരുന്നു. എന്നിട്ട് ഈ വിവിധ ഉം, ഏജൻസികളാ, ദുബായ് വഴിയുള്ള ഏജൻസി കഴിഞ്ഞിട്ട് പെറു, ഉം, മെക്സിക്കോ ആണ് ലാസ്റ്റ്. അപ്പൊ മെക്സിക്കോ അതിർത്തി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഏജന്റുമാർ ഇയാളെ പിടിച്ചു വെച്ചിട്ട് മർദ്ദിച്ചിട്ട് പറഞ്ഞു ഇനി ഉം, ഒരു 20 ലക്ഷം കൂടി രൂപ കൂടെ ഞങ്ങൾക്ക് തന്നാലേ അതിർത്തി കടക്കും എന്ന് പറഞ്ഞു. ഉം, അങ്ങനെ പുള്ളിയുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അഡീഷണൽ 20 ലക്ഷം രൂപ കൂടെ തല്ല് മേടിച്ചതിന് ശേഷമാണ് ഉം. കൊടുത്തിട്ടാണ് അമേരിക്ക അതിർത്തി കടന്നത്. അതായത് ഈ എന്റെ പൊന്നു പോയവർ ചേട്ടാ, രണ്ടു ഇവൻ ഈ മാസമായിട്ട് അമേരിക്കൻ ജയിലിലാണ്. അതിർത്തി കടക്കാനായിട്ടാണോ ഇത്രയും പൈസയൊക്കെ ചെലവാക്കിയത്? ഇവൻ എന്തൊരു മണ്ടനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഈ 1 കോടി രൂപ ഉണ്ടെങ്കിൽ ഇവൻ ഈ അമേരിക്കയിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു കിട്ടും. എന്തായാലും ഇവൻ പോകുന്നത് അനധികൃതമായിട്ടാണ്, അനധികൃത കുടിയേറ്റക്കാരനാണ് ഇവൻ. ഇവനെ എപ്പോ പിടിച്ചാലും അമേരിക്ക പിടിച്ച് 4 പൊട്ടിച്ച് ഇതുപോലെ കയ്യാമം വെച്ച് തിരിച്ചു കൊണ്ടുവരും. വൻ ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെയാണെങ്കിൽ അവനൊരു ടൂറിസ്റ്റ് വിസ എടുത്ത് അവിടെ പോയിട്ട് മുങ്ങി നടന്ന പോലെയല്ലോ. ഇത്രയും കേറാനായിട്ട് എന്താ ഇത്രയും പാടുപെടുന്നവൻ? അല്ല, അങ്ങനെയുള്ളവരുണ്ട്. ഇതിനകത്ത് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഇപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യം, സൈനിക വിമാനത്തിൽ കൊണ്ടുവന്നു, ഇന്ത്യ എന്തുകൊണ്ട് തടഞ്ഞില്ലെന്ന്. ഇനി അതിന്റെ ഒരു നിയമം കൂടെ പറഞ്ഞു തരാം. അത് ഉം, ഇവർക്കൊക്കെ അറിയാം, ഈ പറയുന്നവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം. അതിന്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ, ജയിലിൽ പിടിച്ചിട്ട് കഴിഞ്ഞാല് അവർക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ, അതായത് ജയിലിൽ നിന്ന് റിലീസ് ചെയ്താൽ സ്വന്തമായിട്ട് അമേരിക്ക നിൽക്കാൻ പറ്റില്ല, സ്വന്തമായിട്ട് സ്വന്തം പൈസ മുടക്കി ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ എത്താം. അവർ ഉം, സ്വന്തം പൈസ മുടക്കി എത്തിയില്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യുന്നത്? അവർ പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിന് അവർ സൈനിക വിമാനമാണ് യൂസ് ചെയ്യുന്നത്. സൈനിക വിമാനം ഇന്ത്യയിൽ എത്തണമെങ്കിൽ വെറുതെ എത്താൻ കഴിയില്ലല്ലോ, ഇന്ത്യയുടെ പെർമിഷൻ കൂടെ വേണമല്ലോ. സൈനിക ഉം, വിമാനമാണ് ഉം, എത്തുന്നത്. അപ്പോ ആ ഇന്ത്യയുടെ പെർമിഷൻ കൊടുക്കണം. കാരണം ഇന്ത്യ അല്ല പണം മുടക്കുന്നത്, അവര് എത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് എത്തിക്കേണ്ടി വന്നത് വെച്ചാൽ അവർക്ക് സ്വന്തം ചെലവിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നത് കൊണ്ട് ഉം, മാത്രമാണ്. ഇവർ 2 മാസമായിട്ട് ജയിലിലാണെന്ന് പലരുടെയും കുടുംബക്കാർക്ക് അറിയാമായിരുന്നു, ചിലരുടെ മാത്രമേ കുടുംബക്കാർക്ക് അറിയാതിരുന്നിട്ടുള്ളൂ. അപ്പൊ ഉം, ഇവർ ഉം. അവിടെ കിടക്കുക, എന്തിനാണ് അവരവിടെ ജയിലിൽ കിടന്നത് എന്നുള്ളത് നോക്കണം. അനധികൃതമായി കുടിയേറിയാനാണ്. അപ്പൊ അവർക്ക് സ്വന്തം ചെലവിൽ പോകാൻ കഴിയാത്തത് കൊണ്ടാണ് അത്. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇന്ത്യ വിമാനം അയച്ചു കൊടുത്ത് ഇവരെ കൊണ്ടുവന്നില്ലല്ലോ എന്ന്. അത് എസ് ജയശങ്കർ പറയുന്നത്, ക്രിമിനലുകളെ കൊണ്ടുവന്ന ഒരു ശീലം നമുക്കില്ല, ഇതൊരു ക്രിമിനൽ എന്ന് ഉം. തന്നെയാണ് പറയേണ്ടത്. വേറൊരു രാജ്യത്ത് നുഴഞ്ഞു കയറുകയാണ്, അവിടുത്തെ നിയമങ്ങളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട്. ഇതിപ്പോ ഗൾഫിലായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കൈയും കാലും തലയും കാണത്തില്ലായിരുന്നു.
ഇതിപ്പോ ഗൾഫ് ചാട്ടവാറടി കൊടുത്ത് പിന്നെ കൺട്രീസിലായാലും ഏത് ഇന്ത്യയിലൊക്കെ ജയിലിലാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ പിന്നെ പണപ്പിരിവായി, തിരിച്ചറിയാൻ ബഹളമായി, എന്തൊക്കെ പുകിലായിരുന്നു തന്നെ. മറ്റേ രക്ഷിക്കാനായിട്ട് പണം അതാ തരൂ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്ത് തന്നെ. പക്ഷെ ഈ അമേരിക്കയിലായതുകൊണ്ട് എന്താണ് ഇവർ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഇവരുടെ ആ ഒരു ഗിമിക്സ് എല്ലാം ഇങ്ങനെ എടുത്ത് പുറത്തിടുകയാണ്. അത് ഒരു ശക്തമായ നിയമമുള്ള ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക. ഏത് രാജ്യമായാലും അങ്ങനെ ഉം. ചെയ്യത്തുള്ളൂ. അങ്ങനെ ക്രിമിനലുകളെ കൊണ്ടുവരാനായിട്ട് വിമാനം വിട്ടൊരു ചരിത്രം ഇന്ത്യക്ക് ഇല്ല. പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല, നാളെയും കാണില്ല. ഉം. അത് രണ്ടാമത്തെ ഒരു കാര്യം. ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണേണ്ടത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു അതെ. കാര്യമുണ്ട്. ഈ കൊളംബിയ പറഞ്ഞു തള്ളുന്നവര് അവര് കേൾക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാം. കൊളംബിയ ഉം. ചെയ്തത് അവരുടെ പൗരന്മാരോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാണ്. ആ വിമാനം ഇറങ്ങാൻ കൊളംബിയ അനുവദിക്കാതെ വന്നപ്പോൾ ഇത്രയും പൗരന്മാരെ തടങ്കലിലേക്കാണ് അമേരിക്ക മാറ്റിയത്. നമ്മുടെ ഉം. പൗരന്മാരെ ഉം. തടങ്കലിൽ കിടക്കാതെ അവരേക്ക് തരൂ, ഞങ്ങൾ സ്വീകരിച്ചുള്ളാമെന്ന് അന്തസ്സോടെ പറഞ്ഞൊരു രാജ്യം ഈ ലോകത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. അതെ അതെ കൊളംബിയ അതെ അതെ. പറഞ്ഞതുപോലെ ചെയ്തില്ലല്ലോ, കൊളംബിയ പറഞ്ഞ പോലെ ചെയ്തില്ലല്ലോ. എന്താണ് കൊളംബിയ ഉം. പറഞ്ഞത് കൂടെ പറഞ്ഞു. കൊളംബിയ പറഞ്ഞത് ഇവിടെ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ ഇറങ്ങാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ സ്വന്തം പൗരന്മാരെ എങ്ങോട്ടേക്കാണ് കൊളംബിയ വിട്ടുകൊടുത്തത്? ജയിലറകളിലേക്കാണ് വിട്ടുകൊടുത്തത്, തടങ്കൽ പാളയത്തിലേക്കാണ് വിട്ടുകൊടുത്തത്. അതായത് കുറച്ചു നാളോട് ഞങ്ങളുടെ പൗരന്മാർ അവിടെ കിടന്ന് പീഡനം അനുഭവിച്ചോട്ടെ, ആഹ് അമേരിക്കക്കാരൻ പോലീസിന്റെ തല്ല് കൊണ്ടോട്ടെ എന്ന് പറയുന്ന രീതി കൊളംബിയ പറഞ്ഞത്. നമ്മൾ അല്ല, ഈ അങ്ങനല്ലല്ലോ പറഞ്ഞത്. ആ, ഞങ്ങളുടെ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഉണ്ടല്ലോ യുവമാരുടെ ഒരു അടവും വില പോകുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഇപ്പൊ ചീറ്റിപ്പോയി. കൊളംബിയയുടെ പരിപാടി ആയിരുന്നാലും എന്തായിരുന്നാലും നേരത്തെ ഇതുപോലൊരു വിഷയം വന്നത് ഒന്നുമില്ല. മോദിക്കെതിരെ പറയാനോ ഈ സർക്കാരിനെതിരെ പറയാനോ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ആണ് നമ്മുടെ മിഗ് വിമാനം തകർന്ന് നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാനിൽ അകപ്പെട്ടത്. പാകിസ്ഥാനിൽ അഭിനന്ദൻ വർദ്ധമാൻ അകപ്പെട്ടപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ബഹളം. ഇപ്പോ അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ചു തരണം, ഇല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങള് തെരുവിലിറങ്ങി ഇപ്പൊ പ്രക്ഷോഭം ഉണ്ടാക്കി കളയും, മറ്റതാണ് മറിച്ചതാണ്. ഇവരുടെ വിചാരം എന്തുവാണ്? ഇവരുടെ വിചാരം പണ്ട് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്നപ്പോഴും രാജീവ് ഗാന്ധി ഭരിച്ചിരുന്നപ്പോഴും മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്നപ്പോ പോലെ പാകിസ്ഥാൻ നമ്മുടെ സൈനികരെ മൂക്കും ഛേദിച്ച് ചെവിയും ഛേദിച്ച് ഇടിച്ച് ഊപ്പാട് വരുത്തി അവര് കൊന്ന് കെട്ടിത്തൂക്കും. അതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആഘോഷിക്കാമല്ലോ. ആ ഇന്ത്യ ആണെന്നാണ് ഈ വേട്ടാവളിയന്മാരുടെ വിചാരം ഇപ്പോഴും. വിത്തിൻ അല്ല സെക്കൻഡ്സ് യുവമാരെ ഞെട്ടിച്ചുകൊണ്ട് അഭിനന്ദൻ വർദ്ധമാൻ ഒരു കപ്പ് ചായയും കുടിച്ചുകൊണ്ട് ഇന്ത്യയുടെ നമ്മുടെ അതിർത്തിയുടെ ഗേറ്റുകൾ തുറക്കുകയാണ്. പാകിസ്ഥാൻ ആനയിച്ചാണ് കൊണ്ടുവരുന്നത്. ആനയിച്ച് കൊണ്ടുവന്ന് പുറത്ത് വിട്ടപ്പോൾ യുവമാരുടെ കിളി പറന്നുപോയി എന്നുള്ളതാണ്. യുവമാര് വിചാരിക്കുന്ന ആ പഴയ ഇന്ത്യ അല്ല ഈ ഇന്ത്യ എന്ന് പറയുന്നത്. അല്ല ഇത് നമ്മളെ ഇന്ന് നമ്മളുടെ ഈ ഒരു ചർച്ച നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇവരുടെ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുക എന്നുള്ളതാണ്. ഇവരുടെ ഉം. ഒന്നാമത്തെ ആരോപണം എന്തായിരുന്നു? ഇന്ത്യ ഇവരെ വിമാനം അയച്ചുകൊണ്ട് സ്വീകരിച്ചില്ല എന്നുള്ളത്. ക്രിമിനലുകളെ, ഉം. അതായത് നിയമലംഘനം നടത്തുന്നവരെ ഇന്ത്യ വിമാനം അയച്ചു സ്വീകരിക്കുന്ന ഒരു ചരിത്രം ഇന്ത്യക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. രണ്ടാമത് ഇവർ ഉം. പറയുന്ന കൊളംബിയയുടെ ധൈര്യം പോലും ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല എന്ന്. കൊളംബിയ ധൈര്യമല്ല ചെയ്തത്, സ്വന്തം പൗരന്മാരെ വീണ്ടും കല്ലറ ഈ തടങ്കൽ പാളയത്തിലേക്ക് ഉം. വിട്ടുകൊടുക്കുകയാണ് കൊളംബിയ ചെയ്തത്. ഇന്ത്യ അതല്ല ചെയ്തത്. തങ്ങളുടെ പൗരന്മാർ അനധികൃതരാണെങ്കിലും ക്രിമിനൽ ആയിട്ട് ജയിലിൽ കിടന്നതാണെങ്കിലും തങ്ങൾ സ്വീകരിച്ചുള്ള ആളെ ഉം. കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞത്. ആ അതെ. വന്നിറങ്ങിയവർക്ക് വേണ്ട യാത്രാ സൗകര്യം ഒരുക്കി അവരെ വീട്ടിൽ വിട്ടു. അതാണ് ചെയ്തത്. ഇത് എത്ര രാജ്യം ചെയ്തിട്ടുണ്ട്. ഈ തള്ളുന്നവർക്കൊക്കെ അതുമല്ല പറയാം, കൊളംബിയയുടെ ധൈര്യമില്ല, കൊളംബിയയുടെ ധൈര്യം. അവരെന്താ ചെയ്തത്? അവരുടെ സ്വന്തം പൗരന്മാരെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഇങ്ങോട്ട് ഇറക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് ഇറക്കണം, നിങ്ങൾ ഉം. വന്ന ഉം. വഴി ഉം. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തോ പൗരന്മാരെ എന്നാണ്. അതല്ലേ അർത്ഥമാക്കേണ്ടത്. പിന്നെ പറയുന്ന ഒരു അതെ കാര്യം, അതെ അതെ. ഇച്ചിരി കഴിയുമ്പോൾ എന്താണ് ട്രംപ് ഒരു ബില്ല് തരും ഇവരുടെയൊക്കെ വിമാന ചാർജ് ഉൾപ്പെടെ. അങ്ങനെ ട്രംപ് ഉം. തന്നാലും നിങ്ങൾ പറഞ്ഞത് ആ ഒരു പോയിന്റിലെ ജയിക്കുന്നത്. ഇന്ത്യ പണം ഉം. മുടക്കി അവരെ കൊണ്ടുവന്നല്ലേ വരുന്നുള്ളത്. അതായത് ഒരു അതെ. തരത്തിലും ഇവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു വലിയ വിഭാഗമുണ്ട്, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്. അവരുടെ ലക്ഷ്യം ഉം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ അടിച്ചു പുറത്താക്കപ്പെടാൻ പോകുന്നത് ആ വിഭാഗത്തിൽ ഉം. വരുന്ന ഒരു വലിയ വിഭാഗം ആളുകളാണ്. അതായത് ഉം. മുസ്ലിം മതവിഭാഗത്തിൽ വരുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് എന്ത് അതെ. പറ്റുന്നുണ്ട്? ഞങ്ങൾ മാത്രമല്ല നിങ്ങളും ഉണ്ട് എന്ന് അറിയിക്കണം ലോകത്തെ. അതായത് ഉം. ഉം. ഞങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഹിന്ദുക്കളും ഉണ്ട് ഇതിനകത്ത്, ക്രിസ്ത്യാനികളും ഉണ്ട്, നിങ്ങൾ ഉം. ഇന്ത്യക്കാരും ഉണ്ട് എന്ന് അല്ല, അറിയിക്കണം ലോകത്തെ. അവരുടെ ഒപ്പം വിഷയം ഇത് തന്നെ മാത്രമല്ല. അവർക്കൊരു അത് ഈ സഹതാപം കിട്ടുന്നു. നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്ന ഈ ഒരു കലാരൂപത്തിനെ ജന്മാവകാശമായിട്ട് എടുത്തിരിക്കുന്ന ഒരു ടീമുണ്ട്. ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങൾ നുഴഞ്ഞു കയറി വരും, ഞങ്ങൾ അനുസരിച്ചോളാം, ഞങ്ങളുടെ ഇത്. ആ ജന്മാവകാശം ആയിട്ട് എടുത്തിരിക്കുന്ന ടീമിനെ ന്യായീകരിക്കുന്ന കുറെ അടുപ്പുകൂട്ട് ചർച്ചക്കാരും കുറെ ടീമുകളും ഇവിടെ ഉണ്ട്. അതായത് ഒരു രാജ്യത്തോട്ട് അനധികൃതമായി കടന്നു വന്ന് എന്ത് തെണ്ടിത്തനം കാണിച്ചാലും അതിനെ ന്യായീകരിക്കുന്ന ഈ അടുപ്പുകൂട്ട് ചർച്ചക്കാർക്ക് ഞങ്ങളുടെ ആൾക്കാർ മാത്രമല്ല നിങ്ങളുടെ ആൾക്കാരും ഉണ്ട് കേട്ടോ എന്ന് സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രത മാത്രമാണ് ഇതെന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ പിന്നെ ധനുഷ്, മൂന്നാമത് അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ കൈവിലങ്ങ് വെച്ചാണ് കൊണ്ടുവന്നത്. അമേരിക്കയുടെ നിയമമാണത്. അവിടുന്ന് ഉം. ക്രിമിനൽ സ്വഭാവമുള്ളവരെ കൈവിലങ്ങ് വെച്ചാണ് വിമാനത്തിൽ. ക്രിമിനലുകൾ എങ്ങനെയാണ് വിമാനത്തിൽ കൊണ്ടിരുന്നത്? എങ്ങനെയാണ് അതെ ക്രിമിനലുകളെ കൊണ്ടിരുന്നത്? നമ്മൾ ഗൂഗിൾ ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യിൽ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അതെ 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 ഒരു അതെ. ക്രിമിനലിനെ വിമാനത്തിൽ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് നോക്കൂ. കാരണം ഉം.
ആ ക്രിമിനൽ ആണയാള് ആ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വ്യക്തി ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതല്ല. അതെ ഇനി ഒന്നും വേണ്ട, ഈ നമ്മുടെ കേരളത്തിലുള്ള ക്രിമിനലുകളെ കോടതി കൊണ്ടുപോകുന്ന കാഴ്ചകൾ സുപരിചിതമായിരിക്കുമല്ലോ എല്ലാവർക്കും. അതെ ട്രാൻസ്പോർട്ട് ഒന്നും ബസ്സിലൊക്കെ വേണ്ട. കയറ്റി കൊണ്ടുപോകും, നമ്മുടെ നമ്മൾ വീട്ടിലോട്ട് കാണാറുണ്ട്. ഒരാള് നമ്മുടെ വീട്ടിലോട്ട് ഒരാൾ അതിക്രമിച്ച് കയറിയെന്ന് വെക്കുക. പോലീസ് വീട്ടിലോട്ട് വരുമ്പോൾ ഈ അതിക്രമിച്ച് കയറിയ ആൾ എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് പോലീസിനും അറിയില്ല, നമുക്കും അറിയില്ല. നമ്മളും ഭയന്നിരിക്കുകയാണ്, പോലീസും ഭയന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വന്നിരിക്കുന്ന ആളെ മോനെ വാടാന്ന് പറഞ്ഞ് ചായയും കൊടുത്തല്ല പിടിച്ചോണ്ട് പോകുന്നത്. അവനെ കൈവലങ്ങ് വെച്ചാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇവൻ അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അവൻ മോഷണത്തിനാണോ വന്നിരിക്കുന്നത്, അവൻ വേറെ വല്ല കാര്യത്തിനാണോ വന്നിരിക്കുന്നതെന്നൊന്നും യാതൊരുവിധ ഐഡിയ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ലോജിക്ക് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ നിയമവും അല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനല്ല, ഇവർക്ക് ഇത് കൈവിലങ്ങ് ഉം, വെക്കാതെ വരാമായിരുന്നു. ഇവർക്ക് സ്വന്തം ചെലവിൽ ഉം. വരാം, അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. വരാം, അതെ അതെ, സ്വന്തം ചെലവിൽ ഓപ്ഷൻ വരാം. ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഈ 1 കോടി രൂപ മുടക്കി അങ്ങോട്ട് പോയവന് 4 ഉം. ലക്ഷമോ 5 ലക്ഷമോ മുടക്കി ഇങ്ങോട്ടും വരാം, ഇല്ല 3 ലക്ഷമോ 3.5 ലക്ഷമോ മുടക്കി അവൻ ഇങ്ങോട്ടും വരാം. വലിയ ബുദ്ധിമുട്ടൊന്നുള്ള അതെ കാര്യമല്ല. അതെ അതെ കാരണം ഈ 2 മാസമൊക്കെ അവിടെ കിടന്ന് നരകയാതന അനുഭവിക്കുന്നത്, അതിന് ഇന്ത്യ മുടക്കണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാകുമത്. കാരണം ഇന്ത്യ അതെ അതെ പറഞ്ഞിട്ടല്ല അതെ അവർ അതെ. പോയത്, ഇന്ത്യക്ക് ഒളിമ്പിക്സ് നേടാനല്ല. ഇവരാരും ഇന്ത്യക്ക് വലിയ നേട്ടം സമ്മാനിക്കാൻ പോയവരൊന്നും അല്ല ഇവരാരും. ഇവരെല്ലാം അനധികൃതമായിട്ടാണ് പോയിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാർ ഇവർ കിടപ്പുണ്ട്. 5000 പേരാണ് ജയിലിൽ കിടക്കുന്നത്. ആലോചിച്ചോണ്ട് ഉം, 104 പേരെ വന്നിട്ടുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതില്, ഉം. അത് അതെ. നിരപരാധികളായിട്ട്. 104 ഉം, പേരെ വന്നിട്ടുള്ളൂ. ഇനി കിടക്കുന്നുണ്ട് 4900 പേര്. ഇവരിനി ഉം, വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരു 12500 പേര് ഇതിന് ട്രയൽസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉം, വേണമെങ്കിൽ ഉം. കൈവിലങ്ങ് ഇല്ലാതെ വരണമെങ്കിൽ അവർ അവരുടെ സ്വന്തം പൈസ മുടക്കി വരണം. ഇത് ഇന്ത്യൻ എംബസി പോലും അതെ. പരാതിപ്പെടാൻ കഴിയില്ല. ഒരു രാജ്യത്ത് അനധികൃതമായ അതിർത്തിയിൽ നിന്ന് നുഴഞ്ഞു കയറി പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ വന്നിട്ട് ഉം. എന്റെ എംബസി ഇടപെടണം, മോദി ഇടപെടണം, പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ തിരിച്ചു വരുമ്പോൾ മോദി പൂച്ചെണ്ടുമായി നിൽക്കണം, ജയശങ്കർ ലഡുവായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താ വെള്ളരിക്ക പട്ടണമാണ് ഈ അല്ല, രാജ്യം. എംബസിയിൽ ഇത് പിന്നെ വരാൻ എല്ലാ പറ്റില്ലല്ലോ. കാലത്തും എംബസിയിൽ ഇല്ല. അത് അല്ല, എംബസിക്ക് പരാതിപ്പെടാൻ ഇടപെടാൻ പോലും പോലും പറ്റില്ല. പറ്റില്ല. കാരണം അതെ, പരാതിപ്പെടാനോ പറ്റില്ല പറ്റില്ല ഇടപെടാനോ പോലും പറ്റില്ല. അതെ. പറ്റത്തില്ല. ഇവരാരാണെന്ന് എംബസിക്ക് പോലും അറിയില്ല. കാരണം അവിടെ ലീഗലായിട്ട് വന്നവരുടെ ലിസ്റ്റ് മാത്രമേ എംബസിയുടെ കയ്യിലുള്ളൂ. പ്രോപ്പർ ചാനൽ വഴി വന്നവരുടെ ഇവരാരാണെന്ന് എങ്ങനെ അറിയാൻ അതെ പറ്റും? അതെ. ഇത് അത് അവരുടെ ഒരു എന്തിനാണ് ഇത്രയും രൂപ ഈ പണം? അതായത് ഇവരാരും ദരിദ്ര ഈ കമന്റ് ഒക്കെ ഇടുന്നവരുടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വളരെ ദരിദ്രനാരായണന്മാർ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അമേരിക്കയിലേക്ക് പതുക്കെ പോകുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ കാക്കാശില്ലാതെ പോകുന്നതല്ല. 45 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെ മുടക്കിയിട്ടാണ് ഈ ജയിലിൽ കിടക്കാൻ പോകുന്നത്. പിന്നെ അവർ അതെ സായിപ്പ് അതെ. കൈവിലങ്ങി വെച്ചു, മറ്റേതാ പറയുന്നത്. ഇതിനകത്ത് ഒരു ന്യായീകരണമല്ല, ദയ അർഹിക്കുന്നേ ഇല്ല ഇല്ലീഗലായിട്ട് പോകുന്നവർ. ഉം, കാരണം ബാക്കിയുള്ളവരൊന്നും മണ്ടന്മാരല്ല. ഈ 140 കോടി പേരില് ഉം, എല്ലാവരും ബുദ്ധിമാന്മാർ തന്നെയാണ്. ഈ ഉം, തുച്ഛമായി 45 ലക്ഷമോ 50 ലക്ഷമോ മുടക്കി അമേരിക്കയിൽ പോകാൻ കഴിയും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതമൊക്കെ ഓക്കെ ആകും, ജീവിത നിലവാരം ഉം, ഉയരും, എന്താണ് റോൾസ് റോയ്സും ബെൻസും ഒക്കെ ഒഴുകും, ഇല്ലെങ്കിൽ കയ്യിൽ നിറയെ ഡോളർ വരുമെന്ന് സ്വപ്നം കാണുന്ന ഒരു സ്ഥിതിവിശേഷം ആയിരുന്നെങ്കിൽ എത്രയോ ഉം, പേര് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയേനെ അമേരിക്കയിലേക്ക്, ഉം, അല്ലേ? ഉം. ഉം. പോയേനെ. അപ്പൊ ആ അതെ അതെ. പോയ 18000 പേര് മാത്രമല്ല അതിബുദ്ധിമാന്മാരും. ഇല്ലെങ്കിൽ ഇവിടെ ഒന്നുകിൽ അവർക്ക് എനിക്ക് തോന്നുന്നത് ഈ പണം ജോലിയാണല്ലോ, പണത്തിന്റെ അല്ലല്ലോ, മെച്ചപ്പെട്ട ജീവിത സൗകര്യം എന്നൊക്കെയാണല്ലോ അമേരിക്കയ്ക്ക് പോകുന്നത്. ഇപ്പൊ അതെ അതെ. ജോലിയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പോയിക്കൂടെ? ഗൾഫ് രാഷ്ട്രങ്ങളിൽ മികച്ച ശമ്പളത്തിൽ ജോലി കിട്ടുന്നുണ്ട്, ഇന്ത്യയിൽ ജോലി കിട്ടുന്നുണ്ട്, അന്നം ഒരുപാട് തരുന്ന നാട്. രാജ്യങ്ങളിൽ അന്നം തരുന്ന നാടുണ്ട്. ഇനി ഇത് കൂടാതെ അമേരിക്കയിൽ തന്നെ അവർക്ക് പോകാം, അവർ പ്രോപ്പർ വേയിലാണെങ്കിൽ, അതിനുള്ള ക്വാളിഫൈഡ് ഉം. ആണെങ്കിൽ, അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരെ അവർ നേരായ മാർഗത്തിൽ വിസ തന്ന് അവർ കൊണ്ടുപോകുന്നുണ്ട് അമേരിക്ക. അവിടെ എത്രയോ ലക്ഷം അതെ പേര് അതെ. മലയാളികളുണ്ട്. അപ്പൊ അതെ അവിടെ അതെ. സ്ഥിരതാമസമാക്കിയവരുണ്ട്, സിറ്റിസൺഷിപ്പ് ഉണ്ട്. അപ്പൊ യെസ്. അതല്ല ഇത്. അപ്പം ഇങ്ങനെ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, ഇതിനൊന്നും ചർച്ചയ്ക്ക് എടുക്കാൻ പോലും തയ്യാറാകാത്ത വിഷയങ്ങളാണ് ഇതൊക്കെ. ഇനി ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു രാജ്യത്ത് മൂണ്ട് കയറിയ ക്രിമിനൽസ് ആണ് അവര്. ആഹാ, അതെ. വന്നവരും ക്രിമിനൽസ് ആണ്. അവർ 2 മാസമായി ജയിലിൽ കിടന്നവരാണ്. ഇവര് വെറുതെ ഉം. ദാരിദ്ര്യം പിടിച്ച് പോയവരല്ല. 1 കോടി രൂപ കൊടുത്തിട്ടാണ് ഇവർ പോയിരിക്കുന്നത്. അതും വലിയ ത്യാഗം സഹിച്ചാണ് ഇവർ പോയിരിക്കുന്നത്. ഈ ഏജൻസിക്കാരന്റെ കൈ മേടിച്ചിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. ഇവര് ഉം. അതിഭീകരമായ മരണത്തെ മുഖാമുഖം കണ്ടാണ് ഇവർ പോയത്. ഇവരെന്തിനാണ് ഈ റിസ്ക് എടുത്ത് പോയത്? എവറസ്റ്റ് കീഴടക്കാൻ പോയതാണോ? അതോ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിത്തരാൻ പോയതാണോ? അതല്ലെങ്കിൽ ഇവിടുത്തെ ഉം. ദാരിദ്ര്യം മൂലം പോയതാണോ? ഇന്ത്യയിൽ ദാരിദ്ര്യമുണ്ടെന്ന് ഒരു ജനവും പറയത്തില്ല. കാരണം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സൗജന്യ ധാന്യങ്ങളുടെ വിതരണം ഇപ്പോഴും നടക്കുന്നുണ്ട്. 6 മാസം ലോക്ക്ഡൌൺ അതായത് ആയിട്ട് കിടന്നിട്ട് പോലും ഒരാൾ പോലും പട്ടിണി കിടന്ന് മരിച്ച വാർത്ത നമ്മൾ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. അപ്പൊ ഇന്ത്യയിൽ പട്ടിണി എന്ന് പറഞ്ഞൊരു സാധനമില്ല. ഇനി ജോലിയാണെങ്കിൽ ജോലിക്ക് എന്തുമാത്രം ഓപ്ഷൻ ആണുള്ളത്. ഈ രാജ്യത്ത് ഓപ്ഷൻ ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സാലറി വേണം, മെച്ചപ്പെട്ട പണിയെടുക്കാൻ ജീവിത വയ്യ. നിലവാരം വേണം. എ- ആ എത്രയോ രാജ്യങ്ങളുണ്ട് ലോകത്ത്. അതല്ല, പണിയെടുക്കാത്തതല്ല അതിന്റെ പ്രശ്നം. ഉം. മികച്ച ക്വാളിഫൈഡ് ആയിരിക്കണം, പ്രോപ്പർ വേയിൽ പോകാനുള്ള യോഗ്യത ഉണ്ടാകണം, അല്ലേ? അല്ല, ഇവിടെ നമുക്കറിയാം ഒരു പണിയെടുക്കാൻ വയ്യെന്ന്. കലാകാരന്മാർ സംഘം ആ സർ, ഇനി ഇതെല്ലാം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന നടീനടന്മാര് പോകുന്നുണ്ട് ഈ അമേരിക്കയിലൊക്കെ. ഉം. ഉം. അവരെങ്ങനെയാണ് ഉം. ഉം. പോകുന്നത്? അമേരിക്കൻ എംബസി ചെന്ന് അവരുടെ ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് പ്രോപ്പർ വേയിലൂടെയാണ് അവർ പോകുന്നത്. അവര് അതെ വിസിറ്റിംഗ് അതെ. വിസയ്ക്കാണ് അവർ പോകുന്നതെങ്കിൽ പോലും
പ്രോപ്പർ വേയിലൂടെയാണ് അവര് പോലും പോകുന്നത്. അവിടെയാണ് ഈ പറയുന്നവര് ഈ മൂണ്ട് കയറുകയാണ് ഒരു രാജ്യത്തേക്ക്, അമേരിക്ക. ഒരുപക്ഷെ പണ്ടതൊക്കെ നടന്നിട്ടുണ്ടാകാമായിരിക്കാം, പക്ഷെ ഇപ്പൊ അവർ ആധുനിക കാലമാണ്. അപ്പൊ ഇനി അമേരിക്ക എന്ന് മാത്രമല്ല, ഇനി ഏതെങ്കിലും രാജ്യത്ത് പോകാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയ ശേഷം പോവുക. ഇല്ലെങ്കിൽ ഉക്രൈനിൽ കിടന്ന് വെടിയേറ്റ് മരിക്കേണ്ടി വരും, അമേരിക്കയുടെ ജയിലിൽ കിടക്കേണ്ടി വരും, കൈവിലങ്ങുമായിട്ട് നാട്ടിൽ തിരിച്ചെത്തേണ്ടി വരും. അങ്ങനെ ഒരുപാട് അതെ അതെ. വിഷയങ്ങളുണ്ട്. അതായത് മെച്ചപ്പെട്ട ജീവിത നിലവാരം തപ്പി പോകുമ്പോൾ സ്വന്തമായിട്ട് ക്വാളിഫൈഡ് ആണോ എന്നൊരു ആലോചന കൂടെ ഉണ്ടാകുന്നത് നന്നായിരിക്കും. നമ്മൾ അതിന് യോഗ്യനാണോ അമേരിക്കയിൽ ജോലി ചെയ്യാൻ എന്നുള്ളത് ആദ്യം നമ്മൾ ആലോചിക്കുക. അതിനുശേഷം അമേരിക്കൻ സ്വപ്നങ്ങൾ കാണുക. അല്ലാതെ വല്ലവരും പറയുന്നത് കേട്ടിട്ട് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ നാളെ പിന്നെ ക്ലിന്റന്റെ കൂടെ അല്ലെ ട്രംപിന്റെ കൂടെ കറങ്ങി നടക്കാമെന്ന് ചിന്തിക്കരുത്. അതൊക്കെ ഒരു കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉം. ഫൂളിഷുകൾ, ഇല്ലെങ്കിൽ ഈ വിഡ്ഢികളുടെ കൂടെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും കൂടെ ഒന്ന് കാണുമ്പോൾ. ഇന്നലെയൊക്കെ ഞാൻ നോക്കുമ്പോൾ എന്താണ് ഈ നയതന്ത്ര വിദഗ്ധനോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇരുന്നിട്ട് ഇതേപോലെ ഉം. ഒരു നിലവാരമില്ലാതാണ് പറയുന്നത്. ഇവരൊക്കെ ഈ നയതന്ത്ര വിദഗ്ധരായിട്ട് ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഈ നയതന്ത്ര വിദഗ്ധരല്ല, നമ്മുടെ ഒഫീഷ്യലായിട്ട് റിട്ടയർഡ് ആയവരൊന്നും അല്ലത്. ഉം. ഉം. ഇത് ഉം. എന്താണ് ലോക നിരീക്ഷകനോ നയതന്ത്ര നിരീക്ഷകൻ അങ്ങോട്ടൊക്കെ പറഞ്ഞാൽ ഉം. ഉം. പിടിച്ചിരുത്തിയിരിക്കുന്നത്. എന്തോ ഒരു ഉം. വർത്താനങ്ങൾ ഉം. പറഞ്ഞത്. ഇപ്പൊ പൊളിറ്റിക്കലി നമുക്ക് ഒരാളുടെ എതിർപ്പുണ്ടാകാം. ഇപ്പൊ നമുക്ക് പിണറായിയുടെ അല്ല, എതിർപ്പുണ്ടാകാം, മോദിയുടെ എതിർപ്പുണ്ടാകാം. ഇയാളുടെ പൊളിറ്റിക്കലി വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറുമ്പോ ഇയാള് ബ്രെഡും ബണ്ണും കൊടുത്ത് അത് തിരുത്തുമെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ അല്ല, ഇതിന് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. വ്യക്തമായ ഇതാണ്. അതുകൊണ്ട് യവന്മാരൊക്കെ വീട്ടില് വളരെ അതാണ്. വലിയ 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 രണ്ട്, എന്താ പറയാ, വീടിന് ചുറ്റും 2 ആൾ പൊക്കത്തില് മതിലും പൊക്കി കെട്ടി ഗേറ്റില് കറണ്ട് കമ്പി ഇട്ടിട്ടാണ് അവന്മാര് വീട്ടിനകത്ത് ഇരിക്കുന്നത്. പട്ടിയെ അകത്ത് വിടും വേണമെങ്കിൽ, ഒരാളെ പോലും അകത്ത് കയറ്റത്തില്ലല്ലോ. എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് പറയുന്നത് ഇന്ത്യ അങ്ങനെ ചെയ്യണം, ഇന്ത്യ ഇങ്ങനെ ചെയ്യണം. പോയാൻ പറ. അല്ല, ഇതിനകത്ത് എന്തായാലും നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്ന മുമ്പ് ഇവര് ഉന്നയിച്ച ഉം. പ്രധാനപ്പെട്ട 3 ആരോപണങ്ങൾക്ക് ഒരിക്കൽ കൂടി നമുക്ക് പെട്ടെന്ന് മറുപടി പറയാം. ഒന്ന്, ഇവര് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ ഇന്ത്യ കൊണ്ടുവരാൻ വിമാനം അയച്ചില്ല, ഇല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്. 2 മാസമായിട്ട് അമേരിക്കൻ ജയിലിൽ കിടന്നവരാണ് ഇവര്. അതായത് മെക്സിക്കോ അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമിച്ച് 2 മാസമായിട്ട് ജയിലിൽ കിടന്നവരാ. അങ്ങനെ ക്രിമിനൽസിനെ കൊണ്ടുവരുന്ന ഉം. നിയമം ഇന്ത്യയിൽ ഇല്ല. അവരൊക്കെ വിമാനം വെച്ച് ഉം. കൊടുക്കുന്ന നിയമമില്ല. രണ്ടാമത് പറഞ്ഞ കാര്യം അവരുടെ കൈവിലങ്ങണിയിച്ചാണ് കൊണ്ടുവന്നതാണ്. ഈ ഉം. പിടികൂടിയപ്പെട്ട ഉം. ജയിലിൽ അടച്ചവർക്ക് സ്വന്തം പണം മുടക്കി നാട്ടിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ രാജ്യം കൊടുക്കില്ല. ഉം. ജയിലിൽ കിടക്കുന്നവനൊക്കെ നാട്ടിൽ പോയിട്ട് നമ്മുടെ രാജ്യം പൈസ അയച്ചു കൊടുക്കാറില്ല. അപ്പം നാട്ടിൽ പോകാൻ ഉം. പൈസ ഇല്ലാതെ അവിടെ കിടക്കുന്നവര് അവരുടെ രാജ്യം അവരുടെ സൈനിക വിമാനത്തിലാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത്. അത് വിലങ്ങണിയിച്ച് ഉം. തന്നെയാണ് എല്ലാ ഉം. ക്രിമിനൽസിനെയും ഇതുപോലെ കയറ്റി അവർ അയക്കുന്നത്. മൂന്നാമത് ഉം. പറഞ്ഞൊരു വലിയ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് വേണ്ട ഈ കൊളംബിയ, മൂന്നാമത് പറഞ്ഞ കാര്യം കൊളംബിയയുടെ ഉം. ധൈര്യം ഇന്ത്യ ഉം. കാണിച്ചില്ല എന്നുള്ളതാണ്. കൊളംബിയ കാണിച്ചത് സ്വന്തം പൗരന്മാരെ ബലി കൊടുക്കുന്ന നയമാണ് സ്വീകരിച്ചത്. അതായത് കൊളംബിയയിലേക്ക് അതെ അതെ. സ്വന്തം പൗരന്മാരെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് ഇവിടെ ലാൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ആ പൗരന്മാർ എവിടെയാണ്? വീണ്ടും തടങ്കൽ പാളയത്തിലാണ് കിടന്നത്. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല ചെയ്തത്. ഇവിടെ വന്ന പൗരന്മാരെ ഇരുകൈന്നിട്ട് സ്വീകരിച്ചു. അവർ തെറ്റ് ആ, ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ ഞങ്ങളുടെ അതെ. പൗരന്മാരാണ്, വന്നോട്ടെ എന്ന് പറഞ്ഞു. ആഹാ പൗരന്മാരെ സ്വീകരിച്ച ഇന്ത്യ തന്നെയാണ് ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന രാജ്യം ഈ കേസിൽ, അല്ലാതെ കൊളംബിയ അല്ല. ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ രാഷ്ട്രത്തോട് സ്നേഹം വേണ്ട, മോദിയോട് നമുക്ക് സ്നേഹം വേണ്ട, വേറെ ആരോടും നമുക്ക് വേണ്ട, പക്ഷെ നമ്മുടെ രാജ്യത്തോട് സ്നേഹം വേണം, രാഷ്ട്രത്തോട് സ്നേഹം വേണം. രാജ്യം എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിയണം, രാജ്യത്തിന്റെ പ്രോട്ടോകോൾ അറിയണം. ഇതൊന്നും അറിയാതെ ഉം. എല്ലാം അറിഞ്ഞിട്ടും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നവരോട് മാത്രമേ ഉള്ളൂ നമുക്ക് പുച്ഛം മാത്രമാണ്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലമാണ്. പഴയതുപോലെ അതെ കള്ളം അതെ. പടച്ചു വിട്ട് മുമ്പോട്ട് പോകാൻ ആർക്കും കഴിയാത്ത ഒരു കാലഘട്ടമാണ്. താങ്ക് യു ബിജേട്ടാ. താങ്ക് യു സോ മച്ച്.